നിക്കരാഗ്വയിൽ ഒർട്ടേഗ ഭരണകൂടം കത്തോലിക്ക സഭയ്ക്കെതിരായ പീഡനം തുടരുന്ന സാഹചര്യത്തിൽ ആ രാജ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ. 2023 മാത്രം നിക്കരാഗ്വയിൽ അകാരണമായി അറസ്റ്റ് ചെയ്തത് 2 ബിഷപ്പുമാരെയും 15ഓളം വൈദികരെയുമാണ്. 2024 ആദ്യ ദിനത്തിൽ തന്നെ ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാപ്പായുടെ ഈ ആഹ്വാനം. ബിഷപ്പുമാരുടെയും വൈദികരുടെയും സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട നിക്കരാഗ്വയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ ആഴമായ ആശങ്കയോടെയാണ് കാണുന്നത്. അവരോടും അവരുടെ കുടുംബങ്ങളോടും രാജ്യത്തെ മുഴുവൻ സഭയോടും പ്രാർത്ഥനയിൽ എൻ്റെ സാമീപ്യം ഞാൻ പ്രകടിപ്പിക്കുന്നുവെന്നും പാപ്പ വെളിപ്പെടുത്തി. പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനായി സംഭാഷണത്തിൻ്റെ പാത എപ്പോഴും തേടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം കഴിഞ്ഞ ദിനം മനാഗോയിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ലിയാപോളോ ജോസ് ബ്രനസ് സൊളാർസാനോ കത്തീഡ്രലിൽ അർപ്പിച്ച കുർബാന മധ്യേ വൈദികരുടെ അഭാവത്തെക്കുറിച്ച് എടുത്തു പറയുകയും എല്ലാ വിശ്വാസികളോടും പ്രാർത്ഥനയിൽ ഐക്യത്തോടെ നിലകൊള്ളാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സഭയുടെ ഐക്യമാണ് നമ്മുടെ ശക്തിയെന്നും കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയായ മറിയത്തോടൊപ്പം കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുകയും അവൻ്റെ കരുണ കാണിക്കുകയും ചെയ്യട്ടെ എന്നും കർദിനാൾ പറഞ്ഞു. 2018 മുതൽ കത്തോലിക്ക സഭയ്ക്കെതിരായ ഒർട്ടേഗ ഭരണകൂടത്തിൻ്റെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്.